നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ജെല്ലാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലും താരന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്ത് മുടി നന്നായിട്ട് വളരാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 23 ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ ഗ്രോത്ത് ജെല്ലാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ജെല്ലാണ്. പിന്നെ ഇപ്പോൾ മഴക്കാലമായി, അപ്പോൾ മൺസൂൺ ഹെയർ കെയർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. മൺസൂണിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനത്തെ ഹെയർ പാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം തന്നെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ചലഞ്ച് ഉണ്ടല്ലോ, ഈ ചലഞ്ചിലായിക്കോട്ടെ ഇനി നമ്മൾ മുന്നോട്ടേക്ക് ചെയ്യുന്ന പാക്കുകൾ ഈ ഒരു മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ പാക്കുകൾ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഹെയർ ഗ്രോത്ത് ജെല്ല് നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ജെല്ലാണ്. നിങ്ങൾക്കിപ്പോൾ മുടി കൊഴിച്ചിലിന്റെ പ്രശ്നമായിക്കോട്ടെ, താരന്റെ പ്രശ്നമായിക്കോട്ടെ, അതൊക്കെ മാറ്റിയെടുത്തിട്ട് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ജെല്ല് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് സിമ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ പാക്കിന് ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡ് ആണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ഈ ഒരു സമയത്ത് മഴക്കാലത്ത് നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഫ്ലാക്സ് സീഡ് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് എടുക്കുക. ഇത് ഒറ്റ യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒറ്റ യൂസിന് 3 സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുതിർത്ത് വെക്കണം. കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കേട്ടോ. ഇനി കഞ്ഞിവെള്ളം നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും സ്യൂട്ട് ആവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്താൽ മതി. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആവുമല്ലോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പിന്നെ കവറല്ല മുങ്ങിക്കിടക്കാൻ പാകത്തിന് നിങ്ങൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഒരു നൈറ്റ് ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്കിത് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ട ഫ്ലാക്സ് സീഡ് ഒക്കെ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പാത്രത്തിൽ നിറഞ്ഞ് കവിയുന്ന പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താ പറയുക 3 സ്പൂൺ ഫ്ലാക്സ് സീഡ് ആണെങ്കിൽ ആ ഒരു അളവിന് മാത്രമേ നിങ്ങൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ ചെറിയൊരു ബൗളാണ് എടുത്തില്ല. അപ്പോൾ ആ ഒരു ബൗളിൽ അത്യാവശ്യം ഒരു 3/4 ഭാഗമാണ് ഞാൻ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ ഇങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു അളവിൽ വലിയ വ്യത്യാസം വരരുത് കേട്ടോ. കഞ്ഞിവെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് ഫ്ലാക്സ് സീഡ് തീരെ കുറഞ്ഞു പോകരുത്. ഒരു 3 സ്പൂൺ ഫ്ലാക്സ് സീഡിന് നിങ്ങളൊരു 1/2 ഗ്ലാസോളം കഞ്ഞിവെള്ളം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. എനിക്കിത് കുഞ്ഞു പാത്രം ആയതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്യാന്ന് വെച്ചാൽ കൈ ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ജെല്ല് കറക്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് ജെല്ല് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഫ്ലാക്സ് സീഡ് ജെല്ല് എടുക്കുക ഇങ്ങനെ തിളപ്പിച്ചിട്ടൊക്കെയല്ലേ. അപ്പോൾ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നമ്മളിന്ന് തിളപ്പിക്കുന്നില്ല. വെള്ളം ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചിട്ടെടുക്കണമെങ്കിൽ തിളപ്പിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു തിളപ്പിക്കാതെ എടുക്കുന്നതാണ് കുറച്ചും കൂടി നമുക്ക് നല്ലത്. കഞ്ഞിവെള്ളം ആണെങ്കിൽ നിങ്ങൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ജെല്ല് ഫോമിൽ നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മളിത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ജെല്ല് ഫോമിൽ നമ്മുടെ ഇന്നത്തെ പാക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ജെല്ലാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ നമുക്കിത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. കഞ്ഞിവെള്ളവും പിന്നെ ഫ്ലാക്സ് സീഡും ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വരൾച്ച ഉണ്ടാക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓയിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ചലഞ്ച് ഇപ്രാവശ്യത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ടൊന്നും അല്ല നമ്മുടെ പിന്നെ ചലഞ്ച് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം തിരക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ മഴക്കാലമാണല്ലോ, അതുകൊണ്ട് നമ്മൾ അടുപ്പിച്ച് അങ്ങനെ ഒരുപാട് പാക്കുകൾ ചെയ്യുന്നതിനേക്കാളും പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് പാക്കുകൾ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പാക്കുകളെല്ലാം തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പാക്കുകളായിരിക്കും. വലിയ ഹെവി ആയിട്ടുള്ള പാക്കുകളൊന്നും തന്നെ നമ്മൾ ചെയ്യില്ല. പിന്നെ ആരോ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞൂസ് സ്കൂളിൽ പോകാൻ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞൂസ് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയ ആള് ഹാപ്പിയാണ് കേട്ടോ. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുഞ്ഞൂസ് എത്രാം ക്ലാസ്സിലാണെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു 3ാം ക്ലാസ്സിലാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ആൾക്കിപ്പോൾ സ്കൂളിൽ പോകാൻ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആള് ഹാപ്പിയാണ്. അപ്പോൾ കുറച്ച് ഓയിൽ മുടിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തേക്കാം കേട്ടോ. ഒരുപാട് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പിന്നെ ഷാമ്പു ഉപയോഗിച്ചിട്ടൊന്നും കഴുകുന്നില്ല. അപ്പോൾ പിന്നെ ഓയിൽ പോവാതെ ആവുമല്ലോ. അപ്പോൾ കുറച്ച് ഓയിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി.
അപ്പോൾ ഇത് കണ്ടോ, നല്ല രസമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പാക്ക് ചെയ്യണം. നമുക്ക് തേക്കാൻ നല്ല ഈസിയാണ്. പിന്നെ ഞാൻ കുറഞ്ഞ അളവിലാണ് ഇന്ന് പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മുടിയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം, മുടി കവർ ചെയ്യുന്ന രീതിയിൽ തേക്കണം. ഒരുപാട് മുടിയുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചധികം പാക്ക് നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. ഫ്ലാക്സ് സീഡ് നമ്മളിപ്പോൾ ഒരു 3 സ്പൂണല്ലേ എടുത്തത്, അതിൻ്റെ അളവിനാണ് ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു 4 സ്പൂൺ 5 സ്പൂണൊക്കെ ഫ്ലാക്സ് സീഡ് എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പാക്ക് നമുക്ക് ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല ജെല്ല് ഫോമിലാണ് നമ്മുടെ പാക്ക് എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. സ്കാൽപ്പിൽ തേക്കുക കേട്ടോ. സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുടിയിൽ തേച്ചാൽ മതി. മുടിയിൽ തേക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കിപ്പോൾ മുടി കൊഴിച്ചിലും താരനൊക്കെ കുറയണമെങ്കിൽ സ്കാൽപ്പിൽ നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. ബാക്കി ഉണ്ടെങ്കിൽ മുടിയിൽ തേച്ചാൽ നല്ലതാണ്. കാരണം ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ട് നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട് കയറുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നല്ലതാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ പറയുന്ന കാര്യമാണ് ഇങ്ങനെ എത്ര ഇതാക്കിയാലും മുടി ലാസ്റ്റ് പുറത്തൊക്കെ പോയി വരുമ്പോഴത്തേക്ക് അടിഭാഗം ചുരുണ്ട് കയറുക എന്നുള്ളത്. അപ്പോൾ അത് ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ പാക്ക് തയ്യാറാക്കിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ പാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമുക്ക് എന്താ പറയുക, താരൻ്റെ പ്രശ്നവും മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമൊക്കെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് സഹായിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചുള്ള ഹെയർ സെറമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഹെയർ സെറം ഉപയോഗിക്കുന്നുണ്ട്. നല്ലതാണ്, നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റാനും പിന്നെ മുടി വളരാനൊക്കെ അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കട്ടെ. അപ്പം ഞാൻ ഇന്ന് പാക്ക് സ്കാൽപ്പിൽ മാത്രമാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. കാരണം എനിക്ക് പാക്ക് ഇന്ന് കുറഞ്ഞ അളവിലേ ഉള്ളൂ. പിന്നെ സ്കാൽപ്പിലാണ് നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മുടിക്ക് ചുരുളിച്ചതിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് പാക്ക് തയ്യാറാക്കിയിട്ട് മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരമൊക്കെ നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ. ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ട് 15 മിനിറ്റിൽ കൂടുതലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇങ്ങനെ വടി പോലെ ആവുന്ന ഒരു ഇതാവും കേട്ടോ. ഫ്ലാക്സ് സീഡൊക്കെ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു ആ ടെക്സ്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടുതൽ നേരം നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് നിങ്ങൾ കഴുകിയാൽ മതി കേട്ടോ. കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പുവോ താളിയോ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയാൽ മതി. കഞ്ഞിവെള്ളവും പിന്നെ ഫ്ലാക്സ് സീഡും ഇത് രണ്ടും നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പുറമെ നമ്മൾ വേറെ താളിയോ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് പാക്ക് നമ്മുടെ മുടിയിൽ നിന്നും സ്കാൽപ്പിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ആ പോകുന്ന ഒരു സമയം വരെ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പം ഞാനിതാ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുടിയിൽ തേച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ കെട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എന്താ സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ട് ചിലപ്പോൾ കെട്ടി വെച്ചാൽ അവിടെ ഒരു വളവ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ പാക്ക് എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നത്തെ വീഡിയോയിൽ ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ഉപയോഗിച്ച് കഴുകുന്നില്ലല്ലോ, വെറുതെ വെള്ളത്തിലാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. പാക്ക് തയ്യാറാക്കേണ്ടതും ഉപയോഗിക്കേണ്ടതും കഴുകേണ്ടതും എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.